കഴിഞ്ഞ പ്രാവശ്യം ബോവിഡെ വുഡ്സിൽ വന്നപ്പം നമ്മൾ ട്രെക്ക് ചെയ്ത് പോയ സ്ഥലം ഇന്ന് ബൈക്കൊക്കെ ഓടിച്ച് കയറ്റാൻ പോവാണ്. എല്ലാവരും സെറ്റായിട്ട് നിൽക്കുകയാണ്. ഏത് വണ്ടിയാണ് എടുക്കുന്നത്? അതിനു മുമ്പ് ക്യാമറ ഓൺ ആയിട്ടുണ്ടോ? ലൈറ്റൊക്കെ കത്തുന്നുണ്ടോ? ഓ അപ്പോൾ എക്സൈറ്റഡല്ലേ? അപ്പോൾ പൊളിക്കണം. നമ്മൾ തീർക്കാൻ പോകും. എക്സ്ട്രീം എടുക്കാൻ പോവാണ്. ഇബ്രാഹിം പേടിച്ചോടിയോ? അതോ ഉണ്ടോ? അപ്പം വരുന്നുണ്ടോ? എനിക്ക് വേണ്ട, എനിക്ക് നമുക്ക് ഇമ്പിൾസ് മതി. അപ്പം നമ്മൾ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. പക്ഷേ ഇത് ചെറിയ ഇഷ്യൂ ഉണ്ട് ഈ വണ്ടിക്ക്. ചോക്ക് കുറച്ച് സീനാ. എടാ മാറ ഞാൻ പോട്ടാ. അയ്യോ, എടാ ഈ ലൈനോ അല്ലെങ്കിൽ ഈ ലൈനോ പിടിക്കട്ടെ. നടുക്ക് പിടിക്കരുത്. നടുക്ക് പിടിച്ചാൽ തെന്നിപ്പോവാൻ ചാൻസ് ഉണ്ട്. ബ്രോ ഈ സൈഡില്ലേ, ഈ സൈഡോ ഇപ്പുറത്തെ സൈഡ്, ഈ സൈഡോ ഇപ്പുറത്തെ സൈഡോ പിടിച്ചോ. ഇപ്പുറത്തെ സൈഡ് പിടിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. സെൻറ്റർ പിടിച്ചാൽ വീഴും, ഉറപ്പാണ്. നമ്മുടെ പാളിപ്പോവും കയ്യിൽ നിന്ന്. കാരണം അത് ഗ്രിപ്പില്ലാത്ത മണ്ണാ. ഇത് കുഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു ഗ്രിപ്പ് ഉണ്ടാവും. It's over, game over. വേണ്ട ആ നോക്കട്ടെ പതുക്കെ. ഈ സൈഡ് വന്നാൽ മതി. ഈ സൈഡ് കുഴിഞ്ഞു പോവും. സെറ്റല്ലേ?
ഇല്ല പൊക്കോട്ടെ എല്ലാവരും. ഇവിടെ പൊക്കോ പൊക്കോ. ഇല്ല പോട്ടെ പോട്ടെ. വിട്ടോ വിട്ടോ. എടാ മാറോ. ഒന്ന് മാറിത്തരോ, ഞാൻ പോട്ടെ. ബ്രോ സീനില്ലല്ലോ, അതൊക്കെ സമാധാനത്തിലൊക്കെ. ടെൻഷൻ മാറിയില്ലേ? സെറ്റല്ലേ? വരാം. ഓഫ് ചെയ്തോ, വണ്ടി ഓഫ് ചെയ്തോ, ഞാൻ വരാം. പോട്ടെ. ഈ കുഴിയിലേക്കിട്ടോ, കുഴിയിൽ പതുക്കെ നിർത്ത്. ഈ വഴിയില്ലേ, ഈ വഴി അല്ലെങ്കിൽ ഈ വഴി നടുക്കൂടെ എടുക്കണ്ട. നടുക്കൂടെ എടുത്താൽ കുടുങ്ങും. ചുമ്മാ വെറുതെ പോവാ. ഇവിടെ നിങ്ങൾ സേഫാ, പതുക്കെ അങ്ങ് പോയാൽ മതി. ഇതേപോലെ എന്ത് പറ്റി? നിർത്തിയാ? നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ട് പോടോ. വണ്ടി സ്റ്റാൻഡേർഡ് ആവാൻ നിൽക്കുന്ന കണ്ടില്ലേ? ഞാൻ വരാം. അയ്യോ, ജീപ്പ് പോകുന്ന ട്രയൽസാണ്, ഇച്ചിരി ഉണങ്ങി കിടക്കുന്നുണ്ട്. വേണ്ട അങ്ങോട്ട് കേട്ടോ. നിങ്ങൾ ഇപ്പുറത്തെ സൈഡ് എടുത്തല്ലേ, കുഴപ്പമില്ല. ഇറങ്ങിക്കോ, നിങ്ങൾ ഇറങ്ങിക്കോ. വീഴൂല, ധൈര്യമായിട്ട്. അയ്യോ, ഒരു പണിയാ. വെയിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഞാൻ പോക്കാം. നമുക്ക് തിരിച്ച് ബാക്കിലോട്ട് ഇറക്കി കൂടെ. അയ്യോ, നിങ്ങൾ വലിക്കല്ലേ ഇതിലെ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്യണം. പോണില്ലേ ഗൈസ്? കുഴിയിൽ പോയി കഴിഞ്ഞാൽ വീഴും കേട്ടോ. ഒന്നെങ്കിൽ കുഴിയിൽ ഇറക്കുക, അല്ലെങ്കിൽ നടുക്കൂടെ പോവാ.
Come on, bro. വിട്ടോ പോരാട്ടോ. Oh my God. നിതിൻ ബ്രോ ആ ബാക്ക് സീറ്റിലേക്ക് ഇരിക്ക് എന്നിട്ട് കൊടു. ആ പോ ഒന്നുകൂടെ ബാക്കിൽ ഇരുന്നിട്ട് കൊടുക്ക്. ആ കൊടുത്തോ. വെയിറ്റ് ഞാൻ വരാം, ഞാൻ സപ്പോർട്ട് ചെയ്യാം. നീ അങ്ങോട്ടാ. റൈറ്റ്. ഇതിന് കയറ്റണമെങ്കിൽ വേണ്ടവർ കയറ്റിയാൽ മതി, അല്ലാത്ത ഇപ്പോൾ ഓഫ് റോഡൊക്കെ ചെയ്ത് ഏതോ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇനി നമ്മളിത് ട്രക്ക് ചെയ്ത് പോകുന്ന വഴിയാണിത്. ഈ വഴി എന്ന് പറഞ്ഞാൽ കുത്തനെ കയറ്റാ. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. നടന്നു പോകാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ വണ്ടി എടുത്ത് പോകാനാണ് പ്ലാൻ. ഇറക്കാനാണ് ഏറ്റവും സുഖം, കയറ്റാനാ പണി. അവിടെ ഓക്കെ അല്ലേ? അവിടെ ക്ലിയർ ആണോ? സെന്ററിൽ കൂടെ കയറ്റാൻ ഉദ്ദേശിച്ചേക്കുന്ന, മറ്റേ കയറിയാൽ ചിലപ്പോൾ പണി പാളും. ഇങ്ങോട്ടാക്കാം. പിടിച്ചോണേ. ഇത് എനിക്ക് ന്യൂട്രലിട്ടാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. ആ ഓക്കെ. ഓക്കെ അല്ല?
വെയിറ്റ് ഞാൻ ഒന്ന് എനർജി പിടിച്ചോട്ടെ. ഓ ഒന്ന് എനർജി കിട്ടോട്ടെ ബ്രോ. അവൻ കയറട്ടോ, നമ്മള് കയറിയിട്ട് കാര്യമില്ലല്ലോ. സിക്ക് മാൻ സിക്ക് ചത്ത ആസിഫേ. എങ്ങനെയുണ്ട് ഓഫ് റോഡ്? എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട്? ഹാപ്പിയാ? അടിപൊളി ട്രിപ്പ്. എന്നാലും ഇതിനെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. അഡ്വഞ്ചർ 390 ആയിട്ട് ഇങ്ങനെ ഒരു എക്സ്ട്രീം ട്രയൽസ് അടിച്ച വേറെ ആരുണ്ട്? എടാ ഇബ്രോ നിനക്ക് എടുക്കായിരുന്നു ഈ മാല കേട്ടാ. യാസിനെ പോലെ ആഷിഖിനെ പോലെ രണ്ടുപേരുടെ ആവശ്യമുണ്ട് എനിക്ക്. നമ്മള് ട്രാക്ക് ഒന്ന് അനലൈസ് ചെയ്യാൻ വരുവാണ്. കുറച്ച് എക്സ്ട്രീം പിടിച്ച അവസ്ഥയാണ്. എന്നാലും നമ്മുടെ അഡ്വഞ്ചർ 390 ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ അഡ്വഞ്ചർ കഴിഞ്ഞാൽ പിന്നെ സീറ്റ്സ് ആയിട്ടുള്ള റെക്കറ്റ് ആയിരിക്കും. യാസിന് ഇതാ നമുക്ക് കോൺഫിഡൻസ് തന്നിരിക്കുന്നു. അഡ്വഞ്ചർ ഇതാ സ്റ്റക്കായിട്ടിരിക്കുന്നു. എക്സ്ട്രീം ലെവൽ ഓഫ് റോഡാണ് ഇത്. കണ്ടോ ഇതിനെന്തോ കമ്പും കഷ്ണമൊക്കെ വെച്ച് സെറ്റാക്കി വെച്ചേക്കാണ്. അത് പാസ് ചെയ്ത് ഈ വണ്ടി ആ കിടക്കുന്ന, അയ്യോ അത് മലർന്നു വീണോ അത്. പക്ഷെ ഇത്രയും പേര് നമ്മുടെ ഒപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് കയറ്റാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. അതെ, വഴിയിലുള്ള തടസ്സങ്ങളൊക്കെ വലിച്ചു നീക്കുവാണ്. ചെളി ഒലിച്ച് വരുന്ന വെള്ളം നല്ല രീതിയിൽ അട്ടയുണ്ട്. ഇത് കണ്ടില്ലേ? ഇതാണ് നമുക്ക് ക്രോസ് ചെയ്യണ്ട. നമുക്ക് എൽത്തോ രണ്ട് സൈഡിൽ പിടിക്കാൻ എല്ലാരും സെറ്റ് അല്ലേ? അത് വേണമെങ്കിൽ കാല് കുത്താൻ ഉപയോഗിക്കാം. അതെ, പതുക്കെ മെല്ലെ. എടാ ഫ്രണ്ടിലേക്ക് വെയിറ്റ് കൊടുക്ക്. ടാങ്കിലിട്ടൊരു പുഷ് ചെയ്തിട്ട് നീ നീക്ക്. കല്ല് കല്ലൊന്നും അടിയിൽ മാറ്റോ. ഓക്കെ സാർ. ഒരാളും കൂടെ സൈഡിൽ നിന്ന് പിടിച്ചു കൊടുക്കണം. എടാ ബാക്കോട്ട് എടുത്തിട്ട് ഇപ്പുറത്തെ ലൈനിലേക്ക് കയറ്റണം. ബാക്കോട്ട് എടുത്തിട്ടെ ആ ലൈനിലേക്ക് കയറ്റി. ഓക്കെ, സെറ്റ്. പെർഫെക്റ്റ്.
ഇത് ന്യൂട്രൽ ഇടണം, അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. എടാ ഒരു പിടിക്കാൻ പാടാ, ആരും ഇല്ലേ നമ്മളെ രക്ഷിക്കാൻ. വെയിറ്റ് 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 വെയിറ്റ്. ആ മസിൽ കയറി. കല്ല് മാറ്റിയാ കുറച്ചും കൂടെ എളുപ്പമല്ലേ. എന്നാലും ഇത് കഴിഞ്ഞ് കിട്ടിയല്ലേ. എടാ ഇവിടെ ഒന്ന് പിടിക്കണേ. Oh fuck. അവിടെ മുമ്പിന്ന് മാറാൻ ഇപ്പൊ വരുമോ നീ? അവൻ മാറണ്ടേ, എന്നാലും എനിക്ക് മാറാൻ പറ്റുള്ളൂ. ആ പോവാം പോവാം. നോക്കാം. അവൻ വീണല്ലോ. നല്ല കുഴിയിലാണ് വീണേക്കുന്നത്. ശ്വാസം കിട്ടുന്നില്ല. എനിക്കൊരു ഗ്യാപ്പ് കിട്ടി. ആ ഗ്യാപ്പ് കിട്ടിയപ്പം ഞാനിങ്ങ് കയറി വന്നു. ഗേറ്റ് വേണ്ട, എനിക്ക് എവിടെയും നിർത്താൻ പറ്റിയില്ല. പക്ഷെ ഒരു 600-700 മീറ്ററോളം ഗേറ്റായിരുന്നു. അവസാനം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒറ്റയ്ക്കായി പോയിരിക്കുകയാണ്. എന്താണേലും ഇമ്പൾസ് ഒരു രക്ഷയില്ല കേട്ടോ. ചുമ്മാ സിമ്പിളായിട്ട് കയറി വരുന്നുണ്ട്. അവിടെ താഴെ കയറി വരുന്നവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന സൗണ്ടൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് മോട്ടിവേഷൻ തരാൻ ആരുമില്ല ഗൈസ്. നിങ്ങൾ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യണം കമൻറ്റ് സെക്ഷനിൽ. സമയം കുറച്ചായി, ഞാനിവിടെ പോസ്റ്റാണ്. ആരെയും കാണാനില്ല. വണ്ടിയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടെന്നല്ലാണ്ട് ഒരു വണ്ടി അപ്രോച്ച് ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. അറ്റ്ലീസ്റ്റ് സഹിച്ചേരനെങ്കിലും ജീപ്പിൽ വന്നാൽ മതി. എന്നാൽ ആരോ വരുന്നുണ്ട്. അരുൺ ക്ലാസ്സാണോ? നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കാലൊക്കെ അട്ട കടിച്ച് സീനാക്കിയിട്ടേക്കാണ്. ഫുൾ അട്ടയാണ്. ആരോ കയറി വരുന്നുണ്ട്. എന്തായാലും വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ വന്നാൽ മതി. അയ്യോ, ഇച്ചിരി വെള്ളം വേണം. വെള്ളം ഇല്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. വൺ ഹെൽ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഓഫ് റോഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ആൻഡ് കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാൻ പറ്റിയ ഓഫ് റോഡൊന്നുമല്ല. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ സീനാണ്. ഇപ്പം നമ്മൾ മേളിൽ നിൽക്കുന്ന സമയത്ത് ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും താഴേക്ക് ഇറക്കാൻ പറ്റില്ല. നമ്മളവിടെ ഒരു വീട് കെട്ടി താമസിക്കേണ്ട അവസ്ഥയാണ്. എവിടെ എല്ലാവരും എവിടെ വരുന്നുണ്ടല്ലേ? എല്ലാം കയറ്റുന്നുണ്ടോ? ഓക്കെ. പണിയെ ദൂരെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. എഴുന്നേറ്റ് മാറി നോക്കല്ലേ. എൽസാ വാടാ, കേറി വാ. ഒരു സീനുമില്ല ഇവിടെ. ഏത് വേണേലും പിടിച്ചോ, നീ ഓടി വാ, കേറ്റിക്കോ. 2 ലൈനും കുഴപ്പമില്ല.
പോട്ടെ പോട്ടെ മതി. സെറ്റ് 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 പെർഫെക്റ്റ്. അഡ്വഞ്ചർ 390ൽ ഓഫ് റോഡ് എന്താ എക്സ്പീരിയൻസ്? ഞാൻ ലാസ്റ്റ് ട്രാക്ഷനിട്ട് അടിച്ച് കട്ടടിച്ച് കയറ്റി കൊണ്ടുവന്നു. അവസാനം ക്ലച്ച് പോകുന്നുള്ളൂ കുറെ കഴിഞ്ഞ്. അശ്വിൻ എങ്ങോട്ട് നോക്കിയാ? കാല് വേണോ വണ്ടി? എന്നാ കുറച്ചു നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. പച്ച പിടിക്കരുത്. ഇനി ലാസ്റ്റ് കയറ്റം കയറാൻ പോണം. അത് കഴിഞ്ഞാൽ പിന്നെ നടന്നു പോവാം. ഇനി തിരിച്ചിറക്കണ്ടത്. ആ എടുത്ത് കയ്യിൽ വെച്ചു. കുറച്ച് പേരൊക്കെ എനിക്ക് വേണം മേടിച്ചിട്ട്. എനർജി ഇല്ല. എന്നാ ഞാൻ പോയിട്ട് വരാട്ടാ. കുറച്ചിരി കുറഞ്ഞു പോയി. Fuck. Hey.
ഓ സീൻ. അയ്യോ മുട്ടം കയറ്റായിരുന്നു. ഒറ്റ സ്ട്രെച്ചിലെടുത്തില്ലെങ്കിൽ എല്ലാവരും പെടും. ഓ നമ്മൾ ബോയുടെ വുഡ്സിൽ വന്നിട്ട് നമ്മൾ മറ്റേ ജീപ്പിൻ്റെ മറ്റേ റേഡിയേറ്ററൊക്കെ പൊട്ടി നമ്മൾ ഈ സൈഡിലേക്ക് നിർത്തിയില്ലേ, ആ സ്ഥലമാണ് കേട്ടോ ഇത്. എന്താണെങ്കിലും പോയി കണ്ടിട്ട് വരാം. ഒറ്റ സ്ട്രെച്ച് കൈ കൊടുത്തു വന്നോ. പോട്ടെ 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 പോട്ടെ. ഓ പൊളി പൊളി പൊളി. ഹിമാലയം വരുന്നുണ്ട്. പോട്ടെ പോട്ടെ ആശിഫേ, പൊളിക്കാ ആശിഫേ. പോട്ടെ കറങ്ങട്ടെ. പൊളി പൊളി പോ 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 പോ. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. അയ്യോ അവനാ മരം കൊണ്ടുപോയോ. അയ്യോ എന്റെ പൊന്നു, വെറുതെ സീൻ ട്രയൽസ് അല്ലേ. നീ തെറിച്ചു പോയാ? വന്ന് കിട്ടി. ഇത് രണ്ടാമത്തെ വീച്ചാണ് ആശിഫിന്റെ. കണ്ണാപ്പി രണ്ടാമത്തെ വീച്ച. നമ്മളെത്തി. You are the correct. നല്ല ക്ലച്ചിന് മണം വരുന്നുണ്ടാ. പോട്ടെ 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 പോട്ടെ. അയ്യോ 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 അയ്യോ. ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നു. എടാ നില്ല. അവനൊരു1000 ഫോളോവേഴ്സ് ഒപ്പിച്ചിട്ട് നിർത്തുള്ളൂ. അല്ലാതെ അതിന്റെ കൈയെടുക്ക്. ഓ അന്യായം. Come on! അവിടെ ഇവിടെ നിന്നോളൂല്ല. എങ്ങനെയുണ്ട്? നമ്മൾ പൊളിച്ചില്ലേ? വൺ ഹെൽ ഓഫ് ആൻ എക്സ്പീരിയൻസ് ആയല്ലേ? എന്റെ പൊന്നോ, ഇത് പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ വണ്ടി. ഇത് ഒരു സ്ഥലത്ത് പോലും പെട്ടില്ല. ഇപ്പൊ നിങ്ങളിവിടെ പെട്ടോണ്ട് പെട്ടാ ഒരു സ്ഥലത്തും പെട്ടില്ല. ഓ ഇത് തീപ്പൊരി വണ്ടി. ഓ പൊളിച്ച്. അതെ ഇത് എടുത്തോണ്ടിരിക്കല്ലോ. റിവ്യൂ നിങ്ങൾ പറ. അതെ ക്യാമറ ഓൺ ആണെന്ന് തോന്നുന്നു. ഒന്ന് കയറ്റി
ഇത് ഇതുവഴി കയറാൻ നിങ്ങൾ ഇങ്ങനെ കൊണ്ട് നടുക്കും കൊണ്ടിട്ട് എനിക്ക് വേറെ വഴിയില്ല. അത് മനസ്സിലായി. വേണ്ട 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 വരണ്ട. അതെ ചേട്ടാ, ഒരു പണിയുണ്ട്. ഒരു പണി നമുക്ക് ചെയ്യാം. ഇറങ്ങി നിൽക്കുക, നോക്ക് ഒരാൾ പിടിക്കാനുണ്ടല്ലോ. ഓ ഇത് മറ്റേ സെൽഫും ഇല്ലല്ലേ, ഓപ്പ്. ആ പോട്ടാ, തള്ളി കൊടുക്ക്. ആ പോട്ടെ പോട്ടെ പോട്ടാ, സെറ്റാ. അത്രേ ഉള്ളൂ, കഴിഞ്ഞു, കഥ കഴിഞ്ഞു. എടാ ഇത് കയറ്റണ്ടോ, ഇത് ഇച്ചിരി ടാസ്കാ. ബാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇതും കയറ്റ്. സഹിച്ചേട്ടാ നിങ്ങളും വാ. ആ ആ ഓക്കെ. കയറുമെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ പിടിച്ച് സഹായിച്ചാൽ കയറും, അല്ലെങ്കിൽ കയറൂല. നമുക്ക് കുറച്ച് ബാക്കിലോട്ട് ഇറക്കാം, എന്നിട്ട് ഇവിടോട്ട് വെച്ചിട്ട് ഇതുവഴി പിടിക്കാം. ഒന്ന് ബാക്കിൽ നിൽക്കും. ആ അതേ നടക്കുള്ളൂ. ഇപ്പം സെറ്റാക്കാൻ മതി. അത് ന്യൂട്രൽ ഇട്ടോട്ടെ, സ്റ്റാർട്ടാക്കണേ ന്യൂട്രലുണ്ട്. വെയിറ്റ് 1 പിടിച്ചോട്ടാ, സെറ്റാ. 1 2 3 സ്റ്റാർട്ട്. നിങ്ങൾ ബോബി ഡേവിഡ്സിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മൾ ഈ വഴിയൊക്കെ നടന്നു വന്ന് നമ്മളിത് ഇവിടെ ഇരുന്നാണ് സംസാരിച്ചത്. ജീപ്പ് താഴെ കേട്ടോ നിർത്തിയിട്ടത്. ഇനി അങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോകേണ്ട പോയിന്റാണ്. ഇവിടെ എത്താൻ കഴിഞ്ഞില്ലേ, എനിക്കിപ്പോൾ പറയാനുള്ള സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അയ്യോ ഒരു രക്ഷയില്ല മോനെ. ഇമ്പൾസ് വെറുതെ മൂഡ്, എക്സ്പൾസ് മൂഡ് തന്നെ, ഹിമാലയനും മൂഡ് തന്നെ. ആ ഓടിക്കാനുള്ള മൈൻഡാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അഡ്വഞ്ചർ 390 ആയിട്ട് നമ്മുടെ സ്കാൽപ്പൽ വരെ കയറി വന്ന് മാൻ ഒരു രക്ഷയില്ല. പൊളി റൈഡെന്ന് പറഞ്ഞാൽ പൊളി റൈഡ്. ബോബി വുഡ്സ്. ഞാനിപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഈ ക്യാമ്പ് തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയില്ലായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരുന്നു. പണ്ട് യാസിൻ, ഒരുപക്ഷെ കുറേ പേര് ഇതിനകത്ത് വ്ളോഗിൽ കണ്ടു കാണുമായിരിക്കും. പുള്ളി ഇവിടെ വന്നു, യാദൃശ്യമായിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്ത് പുള്ളിയുടെ കുറേ ഫാൻസും പുള്ളിയെ ഇഷ്ടപ്പെടുന്നവരും പുള്ളിയുടെ വ്ളോഗ് ഇഷ്ടപ്പെടുന്നവരും വളരെയധികം നല്ല രീതിയിൽ അത് സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ എനിക്കൊരു നല്ലൊരു റീച്ചും കിട്ടി. ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലി എനിക്ക് നല്ലൊരു റീച്ച് കിട്ടിയായിരുന്നു. അപ്പോൾ അന്നത്തെ ലാസ്റ്റ് വിസിറ്റിന് യാസിൻ എന്നോട് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, ചേട്ടൻ എന്തുകൊണ്ടാണ് ഇവിടെ ക്യാമ്പ് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞത് തുടക്കം മാത്രമാണ്,
അങ്ങനെ തോന്നിയുകൊണ്ടായിരിക്കും യാസിൻ ഈ അടുത്തൊരു ഒന്നും കൂടി വീഡിയോ ഇട്ടായിരുന്നു യൂട്യൂബിൽ സ്റ്റേറ്റിംഗ് ദാറ്റ് ഇങ്ങനെ ഒരു റൈഡ് പുള്ളി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, പുള്ളി വട്ടവട പോകണം, ആരെങ്കിലും ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം യാസിനെ കുറേ പേർക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടായിരുന്നു, മീറ്റ് ചെയ്യണമെന്നുള്ളവരുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടപ്പോഴത്തേക്ക് ഇങ്ങോട്ടാവാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതെനിക്കൊരു നല്ല സപ്പോർട്ടായിരുന്നു. നല്ലൊരു ഹ്യൂജ് ഗ്യാങ് ആയിരുന്നു. ഒരു 40 ബൈക്കേഴ്സാണ്. എനിക്ക് അത്ര ഇപ്പോൾ കപ്പാസിറ്റി ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല നല്ല അത് പ്രത്യേകത ഇതിനകത്തുണ്ടെന്ന് വെച്ചാൽ ഇന്ന ബൈക്കെന്നോ അങ്ങനെ ഒരു എക്സ്ക്ലൂസീവ് മോഡൽസൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും വന്നു. പക്ഷേ ഈ ട്രയൽസ് ഞാൻ പോലും വിചാരിച്ചില്ല ഇവർ ഇത്രയും നല്ല എനർജറ്റിക് ആയിട്ട് ഇത്ര ഇഷ്ടപ്പെട്ട് ആ ട്രയൽസിലൂടെ ഒരു ചെറിയ വണ്ടിയാണ്. അതായത് ഐ റെസ്പെക്ട് ഈച്ച് മോഡൽ. അല്ലാണ്ട് അതിനകത്ത് ഇപ്പം ഞാൻ നോക്കി എനിക്ക് ഇവിടെ ഒരു യമഹ ക്രക്സും ആക്സസിലും വന്നവരുണ്ടായിരുന്നു. അവർ വരെ മാക്സിമം ഇതിൽ എക്സ്പ്ലോർ ചെയ്തു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ ഐ എം സോ ഹാപ്പി. അതൊക്കെ അതും വളരെ സേഫായിട്ടൊക്കെ തന്നെയാണ്. എന്നുവെച്ചാൽ ഇവിടെ അങ്ങനെ ഒരു സേഫ്റ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ യാദൃശ്യമായിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ടീം ഇവിടെ വന്നു, ഭയങ്കര സപ്പോർട്ടായിരുന്നു ചെയ്തത്. അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു യാസിൻ. പിന്നെ ഇവിടെ വന്ന് ഇവിടെ എല്ലാവർക്കും ക്യാമ്പ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ മാക്സിമം ചെയ്യാനൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഡിസംബർ ജാനുവരി അത് ഉറപ്പായിട്ടും ഒരു ചെറിയൊരു റേറ്റ് വ്യത്യാസം ഉണ്ടാവും. പാക്കേജ് എന്ന് വെച്ചാൽ സീസണൽ റേറ്റ്സ് എന്തായാലും വ്യത്യാസം ഉണ്ടാവും, അതിപ്പം റൈഡായാലും ഇല്ലെങ്കിൽ പോലും. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഒന്ന് കണ്ടക്ട് ചെയ്യേണ്ടത് വെച്ചാൽ ആസ് എ ബൈക്കർ ഞാൻ കുറേ കൊല്ലം ഒരു ഓട്ടോമോട്ടീവ് ഫീൽഡിൽ 19 ഇയേഴ്സ് ഞാൻ വർക്ക് ചെയ്തതിൻ്റെ ഒരു ഇതിൽ എനിക്ക് ബൈക്കേഴ്സ് നല്ല ഒരു റെസ്പോൺസിബിൾ ബൈക്കേഴ്സ് വന്ന് അവരെ എക്സ്പ്ലോർ ചെയ്യണം. ഇവിടെ ഫ്യൂച്ചറിൽ ഒരു ഓഫ് റോഡ് ട്രെയിനിങ്ങിൻ്റെ ഒരു ക്ലാസ് വിത്ത് സേഫ്റ്റി നോംസ് എല്ലാം വെച്ചിട്ട് എനിക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ട്. അതിൻ്റെ ഒരു പ്ലാനിങ് ആണ്. അതെനിക്കറിയില്ല, അത് ചിലപ്പം ഉണ്ടാവും, അടുത്ത് തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ഇതിലാണ്. അതിനുള്ള ട്രെയിൽസൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കിയൊക്കെ ഈ വന്നവരാണല്ലോ പറയേണ്ടത്, ഞാനല്ലല്ലോ. അപ്പോൾ അവർ പറയും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഇവൻറ്റിൽ പങ്കെടുക്കുന്നത്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇവിടെ വന്നിട്ട് എല്ലാവരും പൊളിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇനി കുറേ ട്രയൽസൊക്കെ ഓടിക്കാൻ പറ്റി. ഇനി യാസിൻ ബ്രോനെ കാണാമെന്നൊക്കെ ഉണ്ടായിരുന്നു, കാണാൻ സാധിച്ചു. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ 2 ദിവസം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് തന്നെ ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് ഇവിടെ വന്ന് ഓഫ് റോഡ് ചെയ്തതും പിന്നെ യാസിൻ കട ഇപ്പം റൈഡ് എന്നൊക്കെ പറയുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അടിപൊളിയാണ്. നമുക്കിവിടെ കാണുന്ന പോലെയല്ല, ഇവിടെ വന്ന് നമ്മൾ നിൽക്കുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഒരു ആംബിയൻസ് വൈബൊക്കെ മനസ്സിലാവുന്നത്. വന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അത്ര അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, കൂടുതലുള്ളവരും പ്രത്യേകിച്ച് സജിയേട്ടനും ജോസേട്ടനും ഒക്കെ കൂടിയിട്ട് ഉഷാറായിരുന്നു. അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ ഒന്നും പറയാനില്ല, അടിപൊളി കൈപ്പുണ്യാണ്. ട്രെക്കിങ് അടിപൊളിയായിരുന്നു. കുറച്ച് കഷ്ടപ്പെട്ട് വന്നാലും അത്രയും ഓഫ് റോഡ് ചെയ്തതിൻ്റെ ഒരു ക്ഷീണം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മളെല്ലാവരും ഒറ്റ മൈൻഡ് വെച്ച് കയറി പോകുന്നു. അത്ര മോളിൽ പോയെന്ന് ഈ കയറിയതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഗിഫ്റ്റ് പോലെയായിരുന്നു അതിൻ്റെ ആ വ്യൂ എന്ന് പറയുന്നത്. അടിപൊളിയായിരുന്നു. എല്ലാവരും പറഞ്ഞ എൻജോയ് ആണ് ഇവിടെ. നെക്സ്റ്റ് ടൈം എന്നെ റൈഡ് അപ്പം ഷുവറായിട്ടും വരും. താങ്ക് യു. കുറച്ചോരെ പേര് റിഷാൽ എന്നാണ്, ഞാൻ കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ യാസിൻ ബ്രോയുടെ വീഡിയോ ഒക്കെ എപ്പോഴും കാണുന്ന ആളാണ്. അപ്പോൾ അത് കണ്ടിട്ട് മുമ്പ് ഇവിടെ റൈഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ നല്ല ഇത്രയും കാലത്ത് റൈഡിനെയും കാട്ടി ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ. ഓഫ് റോഡ്, ഇവിടുത്തെ ടെൻറ്റ് സ്റ്റേ, നൈറ്റ് ക്യാമ്പിങ് എല്ലാം അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ എന്താണ് ഫുള്ള് അടിപൊളിയായിരുന്നു. ഞാൻ മുമ്പേ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. അത് കണ്ടിട്ട് എക്സ്കേപ്പ് ഫ്രൂട്ടൊക്കെ പോയിട്ടുണ്ട്, പണി കിട്ടിയിട്ടുണ്ട്. അവിടുന്ന് ചെക്ക് പോസ്റ്റിനൊക്കെ പിടിച്ച് സീനായി. പിന്നെ ടോട്ടലി ഫുള്ള് അടിപൊളിയാണ്, നല്ലോണം എൻജോയ് ചെയ്ത്. ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ഞാൻ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതൊക്കെ തന്നെ. പിന്നെ ഇവിടുത്തെ സജിയേട്ടൻ മൂപ്പരെ കുറിച്ചൊക്കെ പ്രത്യേകം പറയേണ്ടതാണ്. മൂപ്പര് അടിപൊളി മനുഷ്യനാണ്. നിങ്ങളൊക്കെ എന്തായാലും ഇങ്ങോട്ട് വരേണ്ടതാണ്. ഇനി ഒരു റൈഡ് കൂടി ഉണ്ടെന്നാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അപ്പോൾ അടുത്ത റൈഡിന് മാക്സിമം ഞാൻ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. എൻ്റെ പേര് സമീറാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. നമ്മുടെ യാസിൻ ബ്രോയുടെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ കുറേ ആഗ്രഹമാണ് ഇതുപോലെ കുറേ പോകണമെന്ന്. കുറേ റൈഡ് പോയിട്ടുണ്ടെങ്കിലും മിക്കവാറും സോളോ ആയിട്ടാണ് പോകും. ഗ്രൂപ്പ് റൈഡ് 1-2 റൈഡ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വട്ടവട വീഡിയോ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ വരാൻ നോക്കിയത്. അപ്പോൾ പെട്ടെന്ന് സ്ലാട്ട് ബുക്ക് ചെയ്ത് വന്ന് ഇവിടെ അടിപൊളിയാണ്. ഈ പൈസ പറയുന്നില്ല, ആ പൈസക്ക് മുതലാണ്, അതിനെക്കാട്ടിലും കൂടുതലാണ്. അവർക്ക് മുതലാണെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ കുറേ ആൾ ഓഫ് റോഡെന്ന് പറഞ്ഞിട്ട് പൈസ എക്സ്ട്രാ 3000-4000 ഒക്കെ മേടിക്കുന്നുണ്ട്.
ഇവിടുത്തെ കുറേ ഹാഫ് റോഡുണ്ട്, അതിനകത്ത് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സൂപ്പറാണ്, അടിപൊളിയാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഹായ്, മൈ നെയിം ഈസ് ആഷിഫ്, യാസീൻ്റെ സുഹൃത്താണ്. അപ്പോൾ നമ്മൾ റൈഡിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് എക്സ്പീരിയൻസ് ഇൻ ഓഫ് റോഡ് ആയാലും നമുക്ക് ഇവിടുത്തെ ക്യാമ്പിംഗ് ആയാലും ഫുഡ് നല്ല അടിപൊളി ഫുഡാണ്, ആവശ്യം ഫുഡാണ്. ആക്ച്വലി അതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പിന്നെ ഇഷ്ടംപോലെ പേരൊക്കെ ഉണ്ട്. നമുക്കൊരു ബാച്ചിലേഴ്സിനല്ല, നമുക്കൊരു ഫാമിലി ആയിട്ട് വന്നാലും ഇവിടുത്തെ ഒരു ഹോസ്പിറ്റാലിറ്റി ഭയങ്കര അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഒരു ബാത്റൂം ആയാലും നമുക്കൊരു ക്യാമ്പിംഗ് ഗസ് ആയാലും ഇവിടെ എപ്പോഴും ആളുണ്ടാവും, എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. ഭാര്യയായിട്ട് വരുന്നുണ്ട്? ഭാര്യയായിട്ട് വേണമെങ്കിൽ വരാവുന്ന കേസേ ഉള്ളൂ. കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് അത്രയും ഒരു ഹോസ്പിറ്റാലിറ്റി ഇവരോടും തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോൾ വൈഫായിട്ട് വന്നാലും ഒരു സീനില്ല. നമുക്കിവിടെ ഏകദേശം ഒരു 35+ പേരെ നിലവിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിലവിൽ പുതിയ പ്ലാനിങ്സ് ഒക്കെ നടക്കുന്നു. ഒരു 100+ ആൾക്കാരെ വരും 2 monthsലൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസും ഇവിടുത്തെ ക്ലൈമറ്റും എല്ലാം ഭയങ്കര അടിപൊളിയാണ്. എക്സ്ട്രീംലി പറയേണ്ട കേസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഓഫ് റോഡ് അതെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കേസാണ്. അത് ബൈക്കിന് വന്നിട്ടായാലും ജീപ്പിനായാലും അത് ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആണ്, അടിപൊളിയാണ്. ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. ഇപ്പോൾ ഓഫ് റോഡ് ട്രെയിൽ ചെയ്യണമെങ്കിൽ നല്ല ഓഫ് റോഡ് ട്രെയിൽ അത് നല്ല ചലഞ്ചിങ് ആണ്, നിസ്സാരമൊന്നുമല്ല, ഭയങ്കര ചലഞ്ചിങ് ആണ്. ഇപ്പോൾ താറായിട്ട് വന്നാലും 4 wheel ഡ്രൈവായിട്ട് വന്നാലും അത് നല്ല ചലഞ്ചിങ് ആണ്. മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഇപ്പം തന്നെ 3 ദിവസം മഴയില്ലാണ്ട് തന്നെ നല്ല ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ, നല്ല ആംബിയൻസ്, ട്രെക്കിങ്, നല്ല വ്യൂ പോയിൻ്റ്. ഇനി ശരിക്കും പറഞ്ഞാൽ ടെൻറ്റ്, മഡ് ഹൗസ്, ഇതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ലൈഫിൽ തന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. സംഭവം പല സ്ഥലത്തും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നല്ലൊരു ആംബിയൻസ്, നല്ലൊരു കോപ്പറേഷൻ, അത് നല്ലൊരു ഒരു നല്ല ആംബിയൻസ് ആണ്. എനിക്ക് ഒന്നും പറയാനില്ല. എന്തായാലും ഇനിയും വരും ഓഫ് റോഡ് ട്രയൽസ്, ഇനിയും എടുക്കാൻ വരും, അത് ഉറപ്പാണ്. കാരണം അത്രയും നല്ല ഇവിടെ നല്ല ഫുഡ് ഒന്നും പറയാനില്ല, അടിപൊളി ഫുഡ്. എന്തായാലും ഇനി വരും. ഫാമിലിയായിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ നല്ല സുഖമാണ്. പിള്ളേർക്കായാലും ടെൻ്റൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ആക്ച്വലി ഈ ബോവിഡേ വുഡ്സ് വട്ടവട എന്ന് പറയുന്നത് യാസിൻ്റെ ആക്ച്വലി ആ ബ്ലോഗ് കണ്ടിട്ട് മനസ്സിൽ കൂടിക്കേറിയൊരു സ്ഥലമാണ്. അപ്പം എന്തായാലും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റിക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോഴാണ് ഈ ഒരു റൈഡ് ഓർഗനൈസ് ചെയ്ത് യാസിൻ മുന്നോട്ട് വന്നത്. യാസിനെ പരിചയപ്പെട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 year ആയി. സ്ഥിരം സബ്സ്ക്രൈബറാണ് എല്ലാ വീഡിയോസും. കാരണം പുള്ളിയുടെ ആ ഒരു വോയിസ് ഓവറും പുള്ളിയുടെ ആ ഒരു എഡിറ്റിങ് കാര്യങ്ങൾ നമുക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ട്രാവൽ വൈബ്സാണ് തരുന്നത്. സോ പുള്ളിയുടെ ആ ഒരു ഇനീഷ്യേറ്റീവ് വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് പുള്ളിയുടെ ബ്ലോഗിൽ തന്നെ കാണാം. ഇവിടെ ബോവിഡേ വുഡ്സിൻ്റെ ഓണറായിട്ടുള്ള സജിച്ചേട്ടൻ, പുള്ളി വളരെ ചില്ലിങ് ആയിട്ട്, പുള്ളിയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ്. പുള്ളി ഇവിടെ വന്ന് നല്ല രീതിയിൽ നമ്മളെ എന്താ പറയുക, നമ്മളൊരു ഫാമിലിയെ പോലെ അന്നത്തെ ദിവസം പരിചയപ്പെട്ടതാണെങ്കിൽ പോലും കുറേ നാൾ കൂടി പരിചയമുള്ള രീതിയിലാണ് പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്. സോ പുള്ളിയും അതേപോലെ സ്പിരിറ്റാണ്. പിന്നെ ഓഫ് റോഡിന് വണ്ടി എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. അത് ആക്ച്വലി യാസിൻ എക്സ്ട്രീം കൊണ്ടുവന്നുകൊണ്ട് അതിലങ്ങ് നികന്നുപോയി. വളരെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ പോയിട്ടുള്ള ഓഫ് റോഡ് ട്രെയിൽസിൽ 1-2 ഡിസ്ട്രിക്ട്സിലൊക്കെ പോയിട്ടുണ്ട്. അതിൽ ഏറ്റവും ടഫസ്റ്റ് ഓഫ് റോഡ് റെയിൽസായിട്ട് ഞാനിത് പറയും. കാരണം ഇവിടുത്തെ ഒരു സോയിലും ഇവിടുത്തെ ഒരു കാര്യങ്ങളെല്ലാം അത്രയും വളരെ ഡിഫറെൻ്റ് ആണ്, നമുക്ക് വേറൊരുത്തും കാണാൻ പറ്റത്തില്ല. സോ എല്ലാവരും ഹാപ്പി ആണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളപ്പോൾ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ്, നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിരിക്കുകയാണ്. മഴ വരുന്ന ലക്ഷണങ്ങൾ ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. എന്താണേലും ഓഫ് റോഡ് എക്സ്പീരിയൻസ് എനിക്കും ആദ്യമായിരുന്നു. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഓഫ് റോഡ് ചെയ്തത്. കഴിഞ്ഞ ഒരു ബാൻഡിഡോസിൻ്റെ ഒരു പരിപാടിക്ക് ഞങ്ങൾ ഓഫ് റോഡ് പോയതാണ്. അന്ന് എൻ്റെ കാല് സീനായി. അതിനുശേഷം കുറേ ഓഫ് റോഡ്സ് ഞാൻ പണ്ട് പൊയ്ക്കൊണ്ടിരുന്നതാണ്. ഓഫ് റോഡ് വീഡിയോസൊന്നും ഞാൻ ഇടാറില്ല. ഇപ്പോൾ കുറേ ടൂറിങ് വീഡിയോസായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ഓഫ് റോഡ് അന്ന് പോയി കാലിടിച്ച് കാല് കുറച്ച് സീനായി. 1-2 monthsോളം റെസ്റ്റാണ്. ഇപ്പോഴും സെറ്റായിട്ടില്ല. പക്ഷേ നമ്മുടെ ഉള്ളിലൊരു ഭയം വന്നു. ആ ഭയം എനിക്ക് തോന്നുന്നു ഇന്ന് കുറേയൊക്കെ പോയി. ഇന്ന് കുറേ ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. പഴയ ധൈര്യം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം.
ഇനി എന്താണെങ്കിലും കുറച്ച് ഓഫ് റോഡ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഭാവിയിൽ വരുത്താം ഉണ്ടാവില്ല നമ്മൾ റൈഡ് ചെയ്യാൻ. അപ്പോൾ എന്താണേലും അതിനുള്ള ശ്രമങ്ങളാണ് ഇനി നടത്താൻ പോകുന്നത്. ടൂറിങ് മാത്രമല്ല, ഇനി കുറച്ച് ഓഫ് റോഡ് കണ്ടൻസും കൂടെ ഇറക്കണമെന്നായി. നഷ്ടപ്പെട്ടു പോയ ധൈര്യം തിരിച്ചു കിട്ടുമ്പോൾ വേറൊരു ഫീലാണ് കേട്ടോ. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് കിട്ടിയെന്ന് തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ എല്ലാം ചിൽ വൈബ്സ് ആയിരുന്നു. 40 പേര് ഉണ്ടായിരുന്നെങ്കിലും ഒരു വലിയ സീനില്ലായിരുന്നല്ലേ, ഒരു സീനും ഇല്ലായിരുന്നു, എല്ലാം ഓക്കെ ആയിരുന്നു. എന്താണേലും ഭാവിയിലും ഇങ്ങോട്ടും പിന്നെ പല സ്ഥലത്തേക്കും പോകാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സോ ദിസ് ഇസ് യാസിൻ മുഹമ്മദ് സൈനിങ് ഓഫ്. ബൈ.